നമസ്കാരം കൂട്ടുകാരെ. ഈ മലയാളി.com എന്ന ഓൺലൈൻ പോർട്ടലിൽ പ്രസിദ്ധീകരിച്ച ഹാസ്യ ചെറുകഥയാണ് ഇന്നത്തെ വിഷയം. അലോഷ്യൻ ടെൻമേറ്റ് സംഘവും നമ്മുടെ സഹപാഠിയുമായ സുനിൽ വല്ലാത്ര ഫ്ലോറിഡയിൽ നിന്ന് എഴുതിയ ചെറുകഥയാണിത്. കഥയുടെ പേര് കട്ടപ്പന കുട്ടപ്പൻ്റെ കട്ടിമീശ. കഥ തുടങ്ങുന്നത് ഇങ്ങനെയാണ്. കട്ടപ്പനയിലെ താമസക്കാരനാണ് കട്ടിമീശക്കാരനായ കുട്ടപ്പൻ. 40 വയസ്സുള്ള അവിവാഹിതനായ കുട്ടപ്പൻ്റെ കുടുംബം അപ്പൻ്റെ കാലത്ത് വർഷങ്ങൾക്ക് മുൻപ് തൊടുപുഴയ്ക്കടുത്ത് ഉടുമ്പന്നൂരിൽ നിന്നും കട്ടപ്പനയിലേക്ക് കുടിയേറിയതാണ്. നല്ലൊരു കർഷകനായ കുട്ടപ്പന് 10 ഏക്കറോളം പുരയിടമുണ്ട്. കട്ടപ്പനയിലെ സാമാന്യം സമ്പന്നന്മാരിൽ ഒരാളായ കുട്ടപ്പൻ സാമൂഹിക സാംസ്കാരിക രംഗത്തും പൊതുപ്രവർത്തന രംഗത്തും വളരെ സജീവമാണ്. ഇതൊക്കെയാണെങ്കിലും 40 വയസ്സായിട്ടും ഇഷ്ടപ്പെട്ട ഒരു പെൺകുട്ടിയുടെ കഴുത്തിൽ മിന്നു ചാർത്താൻ കഴിയാത്തതിൽ സുമുഖനായ കുട്ടപ്പൻ അതീവ ദുഃഖിതനാണ്. വിദേശത്തു നിന്നുള്ള നേഴ്സുമാർ ഉൾപ്പെടെ പല നല്ല കല്യാണാലോചനകൾ വന്നുവെങ്കിലും വിവാഹത്തിനടുത്തെത്തുമ്പോൾ കുട്ടപ്പൻ്റെ വലിയ കട്ടിമീശ എല്ലാത്തിനും തടസ്സമാവുകയാണ്. അങ്ങനെ ഇരിക്കുമ്പോൾ എറണാകുളം നഗരത്തിൽ നിന്നും ഒരു വിവാഹാലോചന കുട്ടപ്പന് വന്നു. എറണാകുളത്ത് സമ്പന്നന്മാർ മാത്രം താമസിക്കുന്ന ഗിരിനഗറിൽ നിന്നുമാണ് ആലോചന വന്നത്. റിട്ടയർഡ് ഉദ്യോഗസ്ഥ ദമ്പതികളുടെ ഏക മകൾ 25 വയസ്സുള്ള ഡയാനയാണ് പെൺകുട്ടി. പരിഷ്കാരിയായ ഡയാന എറണാകുളം സെൻറ് തെരേസസ് കോളേജ് മുൻ ചെയർപേഴ്സണും കഴിഞ്ഞ വർഷം ലയൺസ് ക്ലബ്ബ് സംഘടിപ്പിച്ച സൗന്ദര്യറാണി മത്സരത്തിൽ മിസ് കൊച്ചിനായി തിരഞ്ഞെടുക്കപ്പെട്ട ആളുമാണ്. ഇപ്പോൾ നഗരത്തിൽ ഒരു ഹൈടെക് ബ്യൂട്ടി പാർലറിൻ്റെ ഉടമയാണ്. അങ്ങനെ ഒരു ഞായറാഴ്ച കുട്ടപ്പനും സഹോദരിയുടെ ഭർത്താവും കൂടി ഡയാനയെ പെണ്ണുകാണാൻ കട്ടപ്പനയിൽ നിന്നും ഒരു ഇന്നോവ കാറിൽ എറണാകുളത്തേക്ക് പുറപ്പെട്ടു. പെണ്ണുകാണൽ ചടങ്ങിനിടയിൽ നടന്ന സ്വകാര്യ സംഭാഷണത്തിൽ ഡയാന കുട്ടപ്പനോട് പറഞ്ഞു, എനിക്ക് കുട്ടപ്പനെ ഇഷ്ടമായി, വിവാഹം കഴിക്കുവാൻ ഞാൻ തയ്യാറാണ്. കുട്ടപ്പൻ്റെ കട്ടിമീശയാണ് എന്നെ ഏറെ ആകർഷിച്ചത്. പക്ഷേ എനിക്കൊരു ഡിമാൻഡുണ്ട്. വിവാഹശേഷം എൻ്റെ ഈ വീട്ടിൽ കുട്ടപ്പൻ സ്ഥിരമായി താമസിക്കണം. ഇത് കേട്ട കുട്ടപ്പൻ മാതകസുന്ദരിയായ ഡയാനയ്ക്ക് തന്നെ ഇഷ്ടമാണെന്നറിഞ്ഞപ്പോൾ ആഹ്ലാദം കൊണ്ട് മതിമറന്നു. അപ്പോൾ തന്നെ കുട്ടപ്പൻ ഡയാനയ്ക്ക് വാക്കുകൊടുത്തു, വിവാഹശേഷം ഞാൻ ഇവിടെ താമസിച്ചു കൊള്ളാം. അങ്ങനെ 1 മാസം കഴിഞ്ഞുള്ള ഒരു ശനിയാഴ്ച എറണാകുളത്ത് വെച്ച് വളരെ ആഘോഷമായി കുട്ടപ്പൻ്റെയും ഡയാനയുടെയും വിവാഹം നടന്നു. എറണാകുളത്ത് ഒരുപാട് സുഹൃത്ത് ബന്ധങ്ങളും ബന്ധുബലവുമുള്ള ഡയാന വീക്കെൻഡുകളിൽ താജ് മലബാർ ഉൾപ്പെടെയുള്ള 5 സ്റ്റാർ ഹോട്ടലുകളിൽ കട്ടപ്പനയിൽ കൂടി വെള്ളമുണ്ടും ഖദർ ഷർട്ടും ഇട്ട് നടന്നിരുന്ന കുട്ടപ്പനെ പാൻറ്റും സൂട്ടും അണിയിച്ചാണ് പാർട്ടികളിൽ പങ്കെടുക്കുവാൻ കൊണ്ടുപോയിക്കൊണ്ടിരുന്നത്. തൻ്റെ സുഹൃത്തുക്കളായ സാമൂഹിക രാഷ്ട്രീയ സിനിമാ മേഖലയിലുള്ള പല പ്രമുഖരെയും പാർട്ടികൾക്കിടയിൽ ഡയാന കുട്ടപ്പന് പരിചയപ്പെടുത്തി കൊടുത്തു. എറണാകുളത്ത് സമ്പന്നന്മാർ മാത്രം വരുന്ന മുന്തിയ ക്ലബ്ബുകളിൽ മെമ്പറായ ഡയാന വിവാഹശേഷം കുട്ടപ്പനെയും കൂട്ടിയാണ് ടെന്നീസ് കളിക്കുവാനും ജിമ്മിലും പോയിക്കൊണ്ടിരുന്നത്. കട്ടപ്പനയിലെ കുളത്തിലും പുഴയിലും മാത്രം നീന്തിയിട്ടുള്ള കുട്ടപ്പൻ ക്ലബ്ബുകളിലെ സ്വിമ്മിംഗ് പൂളിൽ ഡയാനയ്ക്കൊപ്പം നീന്തിക്കുളിച്ചു. അങ്ങനെ 3 മാസങ്ങൾ കടന്നുപോയി. അപ്പോഴാണ് കുട്ടപ്പന് കട്ടപ്പനയിലെ പഴയ ഓർമ്മകൾ വന്നു തുടങ്ങിയത്. കൂട്ടത്തിൽ താമസിക്കുന്ന വീട്ടിലെ അല്പം സ്വാതന്ത്ര്യക്കുറവും കുട്ടപ്പനെ വേട്ടയാടുവാൻ തുടങ്ങി. ഒരു ദിവസം കുട്ടപ്പൻ ഡയാനയോട് പറഞ്ഞു, നമുക്ക് കട്ടപ്പനയിൽ പോയി താമസിക്കാം. ഇത് കേട്ട ഡയാന പൊട്ടിത്തെറിച്ചു. വിവാഹത്തിന് മുൻപ് കുട്ടപ്പൻ എനിക്ക് വാക്ക് തന്നതാണ് വിവാഹശേഷം ഇവിടെ താമസിക്കാമെന്ന്. അപ്പോൾ കുട്ടപ്പൻ പറഞ്ഞു, കട്ടപ്പനയിലല്ലാതെ മറ്റൊരിടത്തും എനിക്ക് ജീവിക്കാൻ കഴിയില്ല. അതുകൊണ്ട് ഞാൻ നാളെ കട്ടപ്പനയിലേക്ക് പോവുകയാണ്. ഡയാനയ്ക്കുള്ള എൻ്റെ വീടിൻ്റെ വാതിലുകൾ ഞാൻ ഇന്നും തുറന്നിട്ടിരിക്കും. പിറ്റേ ദിവസം കുട്ടപ്പൻ കട്ടപ്പനയിലേക്ക് യാത്രയായി. കട്ടപ്പനയിലെത്തിയ കുട്ടപ്പൻ വീണ്ടും പഴയതുപോലെ എല്ലാ കാര്യങ്ങളിലും സജീവമായി. കുട്ടപ്പൻ പോയ ശേഷം ആകെ വിഷമത്തിലായ ഡയാന പൊതുചടങ്ങുകളിലും പാർട്ടികളിലും ഒന്നും പങ്കെടുക്കാതെയായി. അങ്ങനെ 2 മാസം കഴിഞ്ഞുപോയി. ഒരു ദിവസം ഡയാന മാതാപിതാക്കളോട് പറഞ്ഞു, ഞാൻ കട്ടപ്പനയിലേക്ക് പോവുകയാണ്. കുട്ടപ്പനില്ലാതെ എനിക്ക് ജീവിക്കാൻ കഴിയില്ല. പിറ്റേ ദിവസം ഞായറാഴ്ച മാതാപിതാക്കളോടും അടുത്ത ബന്ധുക്കളോടും കുറച്ച് സുഹൃത്തുക്കളോടുമൊപ്പം ഡയാന കട്ടപ്പനയിലേക്ക് പോയി. കുട്ടപ്പനും ബന്ധുക്കളും സുഹൃത്തുക്കളും ചേർന്ന് രാജകീയ സ്വീകരണമാണ് ഡയാനയ്ക്കും കൂട്ടർക്കും നൽകിയത്. ഡയാനയുടെ ആൾക്കാർ യാത്ര പറഞ്ഞ് തിരികെ പോയി കഴിഞ്ഞപ്പോൾ ഡയാന രഹസ്യമായി കുട്ടപ്പനോട് പറഞ്ഞു, ഈ കട്ടിമീശ കൊമ്പൻ മീശയാക്കിയില്ലെങ്കിൽ ഞാൻ നാളെ തന്നെ തിരിച്ച് എറണാകുളത്തേക്ക് പോകും. അന്നു മുതൽ കൊമ്പൻ മീശ വിരിച്ചാണ് കുട്ടപ്പൻ കട്ടപ്പനയിലൂടെ നടന്നത്. ഇപ്പോൾ കട്ടപ്പനയിൽ ആധുനിക രീതിയിലുള്ള ഒരു ബ്യൂട്ടി പാർലറിൻ്റെയും 4 സ്റ്റാർ ഹോട്ടലിൻ്റെയും ഉടമകളാണ് കുട്ടപ്പനും ഡയാനയും. ശുഭം, കടപ്പാട്, ഒരു കട്ടപ്പന നിവാസി. കഥ കേട്ടില്ലേ കൂട്ടുകാരെ? ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ.